ചിരിക്കൂ ചിരിക്കൂ ചിരിച്ചുകൊണ്ടേയിരിക്കും. എല്ലാവർക്കും ഇന്നത്തെ ദിവസം സന്തോഷവും സമാധാനവും നിറഞ്ഞതാകട്ടെ എന്ന് ടീച്ചർമാർ ബ്ലസ് ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങളുടെ വാല്യുബിൾ കമൻസിന് ഞാൻ മനസ്സിൽ തട്ടി നന്ദി പറയുകയാണ്. ഓരോരുത്തരും ഞങ്ങൾ വീഡിയോ ഫുള്ള് കാണുന്നുണ്ട്, സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ട്, വീഡിയോസ് ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ട് എന്നൊക്കെ പറയുന്നതിൽ ഒത്തിരി സന്തോഷമാണ് മക്കളെ കേട്ടോ. അപ്പോൾ സ്ഥിരമായിട്ട് ഞാനിങ്ങനെ പലരുമായിട്ട് സംസാരിക്കുമ്പോൾ ഉരുത്തിരിഞ്ഞ് വരുന്ന ഓരോ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ പല വ്യക്തികളും പറയുന്നൊരു കാര്യമാണ്, അതായത് സ്നേഹത്തിനു വേണ്ടി യാചിക്കേണ്ടി വരുന്ന അവസ്ഥ, ഇരക്കേണ്ടി വരുന്ന അവസ്ഥ. ഈ സ്നേഹം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോടും മറ്റൊരു വ്യക്തിക്ക് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ തോന്നേണ്ട ഒരു ഫീലിംഗ് ആണ്. ചിലരാണെങ്കിൽ ഒരു സൈഡിൽ ഭയങ്കരമായിട്ട് സ്നേഹം കൊടുക്കുന്നു, പക്ഷേ തിരിച്ചാ സ്നേഹം കിട്ടാതെ വരുമ്പോൾ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. ശ്രമ ഒരു കഥ പറഞ്ഞു തരട്ടെ. ഒരിടത്ത് ഷീന എന്ന് പറയുന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഷീനയെ സംബന്ധിച്ചിടത്തോളം അവള് ഒരു പയ്യനെ ആത്മാർത്ഥമായിട്ട് അവള് സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പയ്യൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവള് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആ പയ്യൻ എന്താ പറയാ മെസ്സേജ് കണ്ടാൽ റിപ്ലൈ കൊടുക്കത്തില്ല. അവള് കോൾ ചെയ്താലും അവൻ കണ്ടാൽ പോലും അവൻ അതിനെ കോൾ അറ്റൻഡ് ചെയ്യുകയോ അതുപോലെ തന്നെ അവൾക്ക് ക്വാളിറ്റി ടൈം കൊടുക്കുകയോ ഒന്നും ചെയ്യില്ല. പലപ്പോഴും അവൾക്ക് തോന്നാറുണ്ട് ഈ വ്യക്തി എന്നെ ഇഗ്നോർ ചെയ്യുകയാണ്. എന്നാൽ ഇവളുടെ ആ ഒരു അമിത സ്നേഹം കൊണ്ട് ഇവള് വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കും, വീണ്ടും വീണ്ടും മെസ്സേജ് അയച്ചുകൊണ്ട് ഇവളങ്ങ് പറയില്ലേ ചത്ത് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങ് ആത്മാർത്ഥതയുടെ നിറകുണമാണ്. ആത്മാർത്ഥമായിട്ട് ആ ഒരു പയ്യനെ ഭയങ്കരമായിട്ട് ആ പെൺകുട്ടി സ്നേഹിക്കുകയാണ്. പക്ഷേ ആ പയ്യന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവളോട് ആത്മാർത്ഥ സ്നേഹമൊന്നുമില്ല. വെറുതെ ഒരു എന്താ പറയുക, ചില സമയത്ത് സ്നേഹം കാണിക്കും, ചില സമയത്ത് സ്നേഹം കാണിക്കത്തില്ല. ഒരു ആത്മാർത്ഥത ഇല്ലാത്ത രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറേ ദിവസങ്ങൾ കടന്നു പോയപ്പോൾ ഷീന ഒരു ദിവസം കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് അവളോട് തന്നെ ചോദിച്ചു, ഞാൻ സ്നേഹത്തിനു വേണ്ടി യാചിക്കുകയല്ലേ? പലപ്പോഴും സ്നേഹത്തിന് വേണ്ടി ഇരക്കേണ്ടി വരുന്ന അവസ്ഥ. കാര്യം ഈ പെൺകുട്ടി അവനെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ടായിരുന്നു. ആ കൊടുക്കുന്ന സ്നേഹത്തിന്റെ ഒരു അംശം പോലും തിരിച്ചു കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഇവള് വിചാരിച്ചത് ചിലപ്പോൾ അവൻ തിരക്കുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും അസൗകര്യമായിരിക്കും. എപ്പോഴും അവനെ തന്നെ പിന്നെ മോശമായി കാണാൻ അവൾ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. അവനെ ന്യായീകരിച്ചായിരുന്നു അവൾ എപ്പോഴും ചിന്തിച്ചിരുന്നത്. പക്ഷേ ഒരു സമയത്തെപ്പോൾ അവൾ റിയലൈസ് ചെയ്തു, അങ്ങനെ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് അവളിങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ സ്നേഹത്തിന് വേണ്ടി ഒരുപാട് ഇരക്കുകയല്ലേ, യാചിക്കുകയല്ലേ, ഇങ്ങനെ മുന്നോട്ട് പോയാൽ മതിയോ? അപ്പൊ അവളുടെ മനസ്സ് പറഞ്ഞു, നിനക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ലേ, നിനക്കൊരു സെൽഫ് വാല്യൂ ഇല്ലേ, നിനക്കൊരു സെൽഫ് വർത്ത് ഇല്ലേ? നീ ഇങ്ങനെ സ്നേഹത്തിന് വേണ്ടി എന്തിനാ ഇരക്കുന്നേ? നിനക്ക് നിന്നെ തന്നെ സ്നേഹിച്ചുകൂടി. സെൽഫ് വാല്യൂ സെൽഫ് റെസ്പെക്റ്റ് ഉള്ളവർ ഇങ്ങനെ എനിക്ക് സ്നേഹം തരൂ, എനിക്ക് സ്നേഹം തരൂ, എന്നെ ഒന്ന് വിളിക്കൂ, എന്നെ ഇങ്ങനെ നടക്കില്ല എന്ന അവളുടെ മനസ്സിൽ നിന്ന് അവൾക്കൊരു ചിന്ത വരികയാണ്. അതോടെ അവൾ തീരുമാനിച്ചു, അതായത് ഒരു റിലേഷൻഷിപ്പിൽ എന്ന് പറയുമ്പോൾ രണ്ടുപേരും ഒരുപോലെ എഫേർട്ട് എടുത്തെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ആ പെൺകുട്ടി റിയലൈസ് ചെയ്തു, ഇനി ഞാൻ അങ്ങോട്ട് പോയി മെസ്സേജ് അയക്കുകയോ ഇനി അങ്ങോട്ട് പോയി കോൾ ചെയ്യോ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ആത്മാർത്ഥതയുള്ള വ്യക്തിയാണെങ്കിൽ കൂടെ നിൽക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതങ്ങനെ തന്നെ പോകും. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് അവൾ ചിന്തിച്ച പോലെ തന്നെ ആ റിലേഷൻഷിപ്പ് അങ്ങനെ പോയി. ഒരുപാട് പെൺകുട്ടികളുണ്ട് ഇതുപോലെയുള്ള സ്നേഹത്തിന്റെ ചതിക്കുഴികളിൽ വീഴുന്നവര്. ആത്മാർത്ഥമായിട്ട് നമ്മൾ ചങ്കു പറിച്ചു കൊടുത്ത് സ്നേഹിച്ചാൽ പോലും ചതിച്ചിട്ട് പോകുന്നവരുണ്ട്. പെൺകുട്ടികൾ മാത്രമല്ല, തിരിച്ച് പല പയ്യന്മാരും പല പെൺകുട്ടികളെയും സ്നേഹിച്ചിട്ട് അവളുമാര് ലാസ്റ്റ് തേച്ചിട്ട് പോകുന്നൊരവസ്ഥയൊക്കെയുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പലരും വിചാരിക്കുക, ഞാൻ അവളെ അങ്ങ് തേച്ചു, അതോടെ അവളുടെ ജീവിതം നശിച്ചു എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. മക്കളെ, ഈ വീഡിയോ കാണുന്ന വ്യക്തിയോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ ആരിൽ നിന്നെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജീവിച്ച് കാണിക്കണം. ഒരാൾ ഉപേക്ഷിച്ച് പോയതിന്റെ പേരിൽ, ഒരാള് ബ്രേക്കപ്പ് പറഞ്ഞതിന്റെ പേരിൽ തളർന്നിരുന്ന് കരഞ്ഞ് വിഷമിച്ചിരിക്കാതെ അവർക്ക് വേണ്ടെങ്കിൽ പോയി പണി നോക്കാൻ പറ. എനിക്ക് എൻ്റെതായിട്ടുള്ള സെൽഫ് വാല്യൂ ഉണ്ട്, സെൽഫ് വർത്ത് ഉണ്ട്, സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്, ഞാൻ ജീവിക്കും. നിങ്ങളെ വേണ്ട എന്ന് വെച്ച വ്യക്തി നാളെ നോക്കുമ്പോ നിങ്ങളുടെ സക്സസ് കണ്ടിട്ട്, ദൈവമേ ഇവളെയാണല്ലോ ഞാൻ വേണ്ട എന്ന് വച്ചത് എന്ന് അവന്റെ മനസ്സില് കുറ്റബോധം ജനിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഭൂമിയിൽ നിങ്ങൾ പെണ്ണാണെന്ന് പറഞ്ഞ് ജീവിച്ചിരുന്നിട്ട് എന്തർത്ഥമാണുള്ളത്? തിരിച്ചതുപോലെ പയ്യന്മാർ തേച്ചിട്ട് പോകുന്ന പെൺകുട്ടികൾ, അവള് പോയത് അവളെ ഓർത്ത് കരഞ്ഞ് വിഷമിച്ചിരിക്കാതെ
നാളെ അവളുടെ മനസ്സിൽ കുറ്റബോധം ജനിക്കണം. ഈ പയ്യനെ, ഇത്രയും നല്ലൊരു പയ്യനെയാണല്ലോ ഞാൻ ഉപേക്ഷിച്ചു പോയെന്നൊരു കുറ്റബോധം ജനിപ്പിക്കത്തക്ക വിധം നിങ്ങൾ വളർന്നു കാണിക്കണം. അല്ലാതെ അവിടെ ഇരുന്ന് കരഞ്ഞ് ഡിപ്രഷൻ അടിച്ച് വേദനിച്ച് വിഷമിച്ച് തകർന്നടി എന്തിനാ നമ്മളെ വേണ്ടാത്തവരെ ഇന്നലെ നമുക്ക് വേണ്ട. ആരെയും പുറകെ പോയി ബെഗ് ചെയ്യാൻ പോകരുത്. സ്നേഹം യാചിച്ച് എരന്ന് കാല് വീണ് പ്ലീസ് എന്നെ ഒന്ന് സ്നേഹിക്കുമെന്ന് പറയേണ്ട യാതൊരു ആവശ്യവും നമുക്കില്ല. വിട്ടുകളഞ്ഞേക്കാം. അത് ഏത് ബന്ധത്തിലാണെങ്കിലും നമ്മളെ വേണ്ടെങ്കിൽ നമുക്ക് ഇന്നലെ വേണ്ട. അങ്ങനെ സ്നേഹത്തിന് വേണ്ടി ഇരുന്ന് ജീവിച്ചാൽ അത് കുറച്ച് നാളൊക്കെ നമുക്ക് ആ ബന്ധം മുന്നോട്ട് പോകത്തുള്ളൂ. ആത്മാർത്ഥതയുള്ള സ്നേഹം എന്നും നിലനിൽക്കും, എല്ലാ കാലവും നിലനിൽക്കും. ആത്മാർത്ഥതയുള്ളവർ ഇനി എന്ത് വന്നാലും നമ്മളെ വിട്ടുപോകില്ല. അവരുടെ മനസ്സിലുള്ള ആ സ്നേഹം എന്നും നിലനിൽക്കും. ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ, നമ്മൾ സക്സസ്ഫുൾ ആയി കഴിയുമ്പോൾ നമ്മളെ തേടി വരുന്ന ഒരുപാട് പേരുണ്ടാവും. നേരെ മറിച്ച് നമ്മൾ സങ്കടത്തിൽ കഴിയുമ്പോൾ ആരും തിരിഞ്ഞു നോക്കത്തില്ല. ഇപ്പൊ എന്റെ ലൈഫിലൊക്കെ ഞാൻ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്. ഞാൻ ജീവിതത്തിൽ കിടന്ന് നരകിച്ച സമയത്ത് മകളെ നീ സുഖമായിട്ടിരിക്കുന്നു എന്ന് ചോദിക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് നമ്മൾ രക്ഷപ്പെട്ട് കഴിഞ്ഞ എവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നത്, വിളിക്കുന്നു, മെസ്സേജ് അയക്കുന്നു, എന്താ സ്നേഹം, എന്താ ഇതൊക്കെ കപട സ്നേഹങ്ങളാണ്. ആത്മാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് എന്നും ഒരുപോലെ നിലനിൽക്കും. അല്ല നമുക്ക് സമ്പത്ത് വരുമ്പോൾ ഒരു സ്നേഹം, സമ്പത്തില്ലാത്തപ്പോൾ ഒരു സ്നേഹം. എൻ്റെ മക്കളെ, ജീവിക്കാൻ പഠിക്കണം. ഞാൻ ജീവിതത്തിൽ ഭയങ്കര ഒരു പൊട്ടിക്കാളിയായിരുന്നു. എനിക്ക് ജീവിക്കാനേ അറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചിരുന്നത് എന്താ പറയാ, ഞാൻ പലപ്പോഴും പലരെയും ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ട് പണി കിട്ടിയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എത്ര മണ്ടിയാണ്, പൊട്ടിയാണ്, എല്ലാവരെയും സ്നേഹിച്ചിട്ട് അവസാനം എനിക്ക് ഇതൊക്കെയാണല്ലോ കിട്ടുന്നത് എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ചു ആത്മാർത്ഥതയുള്ളവരാരാണ്, ആത്മാർത്ഥത ഇല്ലാത്തവരാരാണ്. ജീവിതത്തിൽ ആത്മാർത്ഥത ഇല്ലാന്ന് തോന്നുമ്പോൾ ഓക്കെ, നമ്മളെ വിട്ട് കളഞ്ഞിട്ട് നമ്മൾ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുക. ടീച്ചറമ്മ നിങ്ങളുടെ മുന്നിൽ ജീവിച്ച് കാണിച്ചു തരികയാണ്. നമുക്ക് ആരൊക്കെ സപ്പോർട്ട് ചെയ്താലും എന്തൊക്കെ ഉണ്ടെങ്കിലും എന്തൊക്കെ ഇല്ലെങ്കിലും ഒന്നും ഒരു പ്രശ്നമല്ല. വിജയിക്കണമെന്ന അതിശക്തമായ ബേണിംഗ് ഡിസയർ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. ഇനി മുതൽ ആരെ മുമ്പിൽ ഏത് റിലേഷൻഷിപ്പിലായാലും, ഭാര്യ-ഭർത്തൃ ബന്ധത്തിലാണെങ്കിലും, കാമുകന്മാരാണെങ്കിലും, വേറെ ഏത് ബന്ധത്തിലാണെങ്കിലും ഇരക്കാൻ പോകരുത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സെൽഫ് റെസ്പെക്ട്, സെൽഫ് വാല്യൂ, സെൽഫ് വെർത്ത് ഉണ്ടായിരിക്കണം. നിങ്ങളെ വില കൽപ്പിക്കാത്തവരുടെ മുമ്പിൽ വിജയിച്ച് കാണിക്കണം. ആ വ്യക്തിക്ക് തോന്നണം ഞാൻ ഇത്രയും മെന്റലി ടോർച്ചർ ചെയ്തിട്ടും ഇവർ വിജയിക്കുന്നുണ്ടല്ലോ. അല്ലാതെ തളർന്നിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്ന കരച്ചിലും കണ്ണീരും കാണാൻ ആരും കാണത്തില്ല. നമ്മുടെ കണ്ണീര് ആൾക്കാർ കാണും, 4-5 ദിവസം കാണും, പിന്നെ ആൾക്കാർക്ക് മടുത്തു തുടങ്ങും. എപ്പോഴും ചിരിച്ച് സന്തോഷമായിട്ടിരിക്കുന്ന ആൾക്കാരെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അപ്പൊ എൻ്റെ മക്കള് നല്ല ചിരിച്ച് സന്തോഷമായിട്ടിരിക്കുക. ഇന്നത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുക, നിങ്ങൾ ഏതെങ്കിലുമൊക്കെ റിലേഷൻഷിപ്പിൽ ഈ പറയുന്ന ബെഗിങ് മോഡിൽ പോകുന്നുണ്ടോ, ഇരക്കുന്നുണ്ടോ, സ്നേഹം യാചിക്കുന്നുണ്ടോ, സ്നേഹത്തിന് വേണ്ടി ആരെങ്കിലും ഒന്ന് സ്നേഹിക്കൂ എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടോ? ആരുടെ സ്നേഹം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമുക്കൊന്നൊരു പ്രശ്നമേ അല്ല. നമുക്ക് മുന്നോട്ട് പോകണം, വളരണം, വിജയിക്കണം എന്നുള്ളൊരു ചിന്തയായിരിക്കണം നമ്മുടെ ഉള്ളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നാളത്തെ വീഡിയോയിൽ കാണാം. ചാച്ചാ, ബൈ ബൈ, ലവ് യു.